എല്ലാവർക്കും ഇൻഫോമീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോഴിക്കോട് ജില്ലയിൽ തുടരുന്ന ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ അഥവാ ഓഗസ്റ്റ് 8 ശനിയാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ എയ്ഡഡ്, CBSE, ICSE സ്കൂളുകൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ കൂടാതെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും. അതേസമയം നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും ഈ അവധി ബാധകമല്ല. അവ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരം തന്നെ നടക്കുന്നതാണ്. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ്. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ജില്ലാ ഭരണകൂടം ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. മഴയുടെ തീവ്രത ചിലയിടങ്ങളിൽ കുറയുമെന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ സൂചനയുണ്ടെങ്കിലും മണ്ണിടിച്ചിൽ സാധ്യത പൂർണ്ണമായും ഒഴിവായിട്ടില്ലെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. അതിനാൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത തുടരണമെന്നും നിർദ്ദേശമുണ്ട്. ഓരോ തവണയും അവധി പ്രഖ്യാപിക്കുമ്പോൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മറ്റൊരു ചോദ്യം കൂടി ഉയരാറുണ്ട്. മഴക്കാലം ആരംഭിക്കുമ്പോഴെല്ലാം ഒരേ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും യാത്രാ ബുദ്ധിമുട്ടുകളും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? താൽക്കാലിക അവധി പ്രഖ്യാപനം സുരക്ഷ ഉറപ്പാക്കുമെങ്കിലും മഴക്കാല പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് എന്നൊരു വലിയ വിമർശനം ഉയരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്നവർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും കാലാവസ്ഥാ വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുകയും ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.